ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എ പത്മകുമാറിന്റെ അറസ്റ്റും ചർച്ചയാകും. എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലേക്ക് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധത്തിനും ഇന്ന് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ SITയുടെ പുതിയ നീക്കത്തെക്കുറിച്ച് പറയാനും CPM എടുക്കുന്ന നടപടികളെക്കുറിച്ചുള്ള സൂചനകൾ പരിശോധിക്കാനും ഷബീദ് റാവുത്ത് ചേരും. അതുപോലെ ആറന്മുളയിലെ മുൻ MLA കൂടിയായ എ പത്മകുമാറിന്റെ വീടിന് മുന്നിൽ AV ജയശങ്കറുണ്ട്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല പാർട്ടിയെ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയ സംഭവമാണിത്. അപ്പോൾ ആദ്യം ഷബീദിലേക്ക്. ഷബീദ് റാവുത്തർ, ഗുഡ് മോർണിംഗ്. ഷബീദ്, ശരിക്കും SITയുടെ ചടുലമായ നീക്കം എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തന്നെ കരുതണം, അല്ലെങ്കിൽ തീർച്ചയായും കേരള പോലീസിലെ ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കൻ. പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെ നടന്ന പത്മകുമാറിന്റെ അറസ്റ്റ്. ഇന്നലെ രാവിലെ 10:20 പത്മകുമാർ തിരുവനന്തപുരത്തേക്ക് എത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്ന വിവരം വാർത്തയായി നൽകുമ്പോൾ നമ്മൾ പോലും കരുതിയിരുന്നില്ല SIT ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലേക്ക് കടക്കും. എന്നാൽ കൃത്യമായ തെളിവ് ശേഖരണം, 2 ആഴ്ച സമയമെടുത്ത കൃത്യമായ തെളിവ് ശേഖരണം, മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ N വാസു വരെ നീണ്ടു നിൽക്കുന്ന കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ മൊഴി, ഇതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടായിരുന്നു അന്വേഷണ സംഘം പ്രിപ്പയർ ആയിരുന്നത്. അതിനുശേഷമാണ് 4 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ. അതിനുശേഷം പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നത്. നിലവിലിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എ പത്മകുമാർ. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് യോഗം ചേർന്ന് ചോദ്യം ചെയ്യാനും തെളിവെടുക്കുന്ന കാര്യത്തിലും ഇന്ന് SIT യോഗം ചേർന്ന ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. അടുത്ത മാസം 3-ാം തീയതിയാണ് കോടതിയിൽ വീണ്ടും ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇടക്കാല റിപ്പോർട്ടിൽ കൊടുത്തതിന് ശേഷം മതിയോ ചോദ്യത്തെയും ചെയ്യലും തെളിവെടുപ്പും എന്നുള്ള കാര്യം അന്വേഷണ സംഘം ഇന്ന് തീരുമാനിക്കും. അതേസമയം രണ്ടാമത്തെ ഇക്കാര്യത്തിലെ പ്രധാനപ്പെട്ട കാര്യം എ പത്മകുമാറിൽ അവസാനിക്കുമോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ചോദ്യം. അതല്ല എ പത്മകുമാറിന്റെ തലയ്ക്ക് മുകളിൽ മറ്റാരെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും പ്രധാന ചോദ്യം. ഇതുവരെ, അതായത് SITയുടെ ഇതുവരെയുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ SIT വിലയിരുത്തുന്ന ഒരു കാര്യം, അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇതുവരെ അവരുടെ കണ്ടെത്തലിൽ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാറാണ്. തെളിവടക്കമുള്ള കാര്യങ്ങൾ നിരത്തി അവരത് സാധൂകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയത് എ പത്മകുമാറാണ്. രണ്ടാമത്തേത് എ പത്മകുമാറിന്റെ വീട്ടിൽ നിരവധി തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി എത്തി. മൂന്നാമത്തേത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എ പത്മകുമാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നൊക്കെയുള്ള കണ്ടെത്തൽ അത് SIT നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ പല പേരുകളും അതിന് പിന്നാലെ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അതിലേക്കൊക്കെ പോകുമോ, അതിനപ്പുറത്തേക്ക് ഒരു വലിയ റാക്കറ്റ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള സംശയം SITക്കുണ്ട്. അതാണ് SIT വളരെ രഹസ്യമായി കോടതിയിൽ കൊടുത്ത ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച കോടതി സുഭാഷ് കപൂർ മോഡൽ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിലേക്കൊക്കെ പോകുമോ? എ പത്മകുമാർ സംസ്ഥാനത്തെ ഇക്കാര്യത്തിലെ ഓപ്പറേഷനുകൾ ചെയ്ത ആളാണോ? അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും ഒരു വലിയ റാക്കറ്റും കൂടി നടത്തിയ സ്വർണ്ണക്കൊള്ളയാണോ ഇത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ SITക്ക് ഇപ്പോൾ ചില സൂചനകളും ചില സംശയങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോവുകയാണ് ഇന്നു മുതൽ. അതിനിടയിൽ എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ, അതേപോലെ തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉണ്ടാക്കും. അതേസമയം രാഷ്ട്രീയമായി ഈ അറസ്റ്റിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം CPM ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണ് എ പത്മകുമാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യണമെന്ന രീതിയിൽ. എന്നാലും കടകംപള്ളിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ? SIT അദ്ദേഹത്തെ വിളിപ്പിക്കാൻ ഉള്ള ലക്ഷണമൊക്കെ ഉണ്ടോ? SITയിലെ ഉദ്യോഗസ്ഥരോടും സംസ്ഥാന പോലീസിന്റെ തലപ്പത്തെ ചില ഉദ്യോഗസ്ഥരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന സൂചന അനുസരിച്ച് നിലവിൽ കടകംപള്ളി കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം SIT നടത്തുന്നില്ല. അതിന്റെ അർത്ഥം കടകംപള്ളിയെ ഒഴിവാക്കിയെന്നല്ല. സ്വാഭാവികമായും അന്നത്തെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ SIT പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും SITയുടെ ഒരു ഓപ്പറേഷൻ രീതി ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായ തെളിവ് ശേഖരണം അത് ഉറപ്പിക്കണം, അതല്ലെങ്കിൽ സാക്ഷിമൊഴികൾ വേണം. പക്ഷേ ഇതൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ആകാംക്ഷയായി നമ്മൾ കാണുന്ന ഒരു കാര്യം, പത്മകുമാർ അദ്ദേഹം ഈ അറസ്റ്റിലാകുന്നതിന് മുൻപൊക്കെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ദൈവതുല്യമായി കാണുന്ന ചിലർ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ആ ദൈവതുല്യമായി അദ്ദേഹം കാണുന്നത് ആര്? അയാളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ SITക്ക് മുൻപിൽ ഇന്നലെ നൽകിയിട്ടുള്ള ആ ചോദ്യം ചെയ്യൽ വേളയിൽ കൈമാറിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു ആകാംക്ഷയാണ്. മാത്രവുമല്ല നിലവിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരക്കുന്നെങ്കിലും SIT വളരെ ക്ലാരിറ്റിയോടുകൂടി അന്വേഷണം നടത്തുകയാണ്. നിലവിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ആർക്കൊക്കെ
പങ്കുണ്ടെന്നുള്ളത് അന്വേഷിക്കുന്നു. പക്ഷേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് മീൻസ് അതിനകത്ത് ഡയറക്റ്റ് ടു കടകംപള്ളി എന്നുള്ളതിലേക്ക് SIT എത്തിയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇതുവരെയും ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ സൂചന ലഭിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയമായ വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. A. പത്മകുമാറിന്റെ അറസ്റ്റ് CPM ചർച്ചയാകും. അത് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നുള്ള വിലയിരുത്തൽ CPM സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ A. പത്മകുമാറിന്റെ അറസ്റ്റും ശബരിമല സ്വർണ്ണക്കൊള്ളയും അത് ബാധിക്കുമോ എന്നുള്ളത് അവരുടെ ചോദ്യമാണ്. അതടക്കം ആശങ്കയടക്കം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി ആറന്മുളയിലാണ് A. പത്മകുമാറിന്റെ വീട്. നിങ്ങൾക്കറിയാം, നൂറുകണക്കിന് ആളുകൾ ഓരോ കേസ് കെട്ടുമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആറന്മുള വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. മുൻ നിയമസഭാ അംഗം കൂടിയായിരുന്നു. ഒരുപാട് കാലമായി പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയിൽ സമുന്നതനായ നേതാവാണ്. അവിടേക്ക് ഇന്ന് ചിലപ്പോൾ പ്രതിഷേധത്തിൻ്റെ നൂറുകണക്കിന് ആൾക്കാരായിരിക്കും വരാനുള്ള സാധ്യത. AV ജയശങ്കർ വിവരങ്ങളുമായി ഈ വീടിന് മുന്നിൽ നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ജയശങ്കർ. ശരിക്കും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഈ ആറന്മുളയെ സംബന്ധിച്ച് പത്മകുമാറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ്. കാരണം ശബരിമല തന്നെ സംബന്ധിച്ച് അതിവൈകാരിക കേന്ദ്രമെന്നാണ് പത്മകുമാർ എപ്പോഴും പറയാറുള്ളത്. തൻ്റെ പൂർവികർ അവിടെ പൂജ ചെയ്തിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ആ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും പത്മകുമാർ തന്നെ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പത്മകുമാറിന്റെ വീടിന് മുന്നിൽ എത്തി കടകളിലും മറ്റും ലഡു വിതരണം ചെയ്ത് അവർ പ്രതിഷേധിച്ചിരുന്നു. അവർ തന്നെ ഇതിനെ സ്വയം വിശേഷിപ്പിച്ചത് സന്തോഷം പങ്കുവയ്ക്കുന്നു എന്നാണ്. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ സാധ്യത പോലീസ് കാണുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതാണ് രാഷ്ട്രീയ കക്ഷികളെ ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ തന്നെ വലിയ തോതിൽ ഈ പോലീസിന്റെ ഉൾപ്പെടെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഇത്തരം പരിപാടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ രാഷ്ട്രീയ കക്ഷികളൊന്നും ഈ പത്മകുമാറിന്റെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഹൈന്ദവ സംഘടനകൾ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ മാനദണ്ഡത്തിൽ പെടാത്ത സംഘടനകളുടെ പേരിലുള്ള പ്രതിഷേധ സാധ്യതയാണ് പോലീസ് നിലവിൽ മുന്നിൽ കാണുന്നത്. ഇന്ന് പുലർച്ചെ വരെ പത്മകുമാറിന്റെ വീടിന് മുന്നിൽ പോലീസിന്റെ ഒരു കാവലുണ്ടായിരുന്നു. നേരം പുലർന്നതിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ഏതാനും മീറ്റർ അകലെ മാത്രമാണ് ഈ ആറന്മുള സ്റ്റേഷനുള്ളത്. ഈ ബാരിക്കേഡുകളൊക്കെ ഇന്നലെ ഇവിടെ വെച്ച ബാരിക്കേഡുകളൊക്കെ അതുപോലെ തന്നെ റോഡിന് സൈഡിലേക്ക് പോലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഒരു നിരീക്ഷണം ഈ വീടിന് ചുറ്റുമുണ്ട്. നിലവിൽ നേരിട്ട് പോലീസിന്റെ ഒരു കാവൽ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഈ വലിയ തോതിൽ ഈ അറസ്റ്റിലായതിന് പിന്നാലെ വീട്ടിലേക്കുള്ള വഴി ഉൾപ്പെടെ പോലീസ് അടച്ച് ബാരിക്കേഡ് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പോലീസിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഇല്ല. പക്ഷേ നിരീക്ഷണമുണ്ട്. ഈ പ്രതിഷേധങ്ങൾക്ക് സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ മാനദണ്ഡങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇതിലെ ഒരു പ്രതിസന്ധി. ഇനി എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരും. ഇതുവരെ അങ്ങനെ സംഘടനകളൊന്നും ഒരു പ്രഖ്യാപിച്ചിട്ടില്ല ഇങ്ങോട്ടൊരു പ്രതിഷേധ മാർച്ച്. പക്ഷേ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം ആളുകളെ സംബന്ധിച്ച് ഒരു വൈകാരിക വിഷയമാണ് ശബരിമല എന്ന് പറയുന്ന വൈകാരിക വിഷയത്തിൽ. അവിടെ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാർ ആകുമ്പോൾ ജില്ലയിലെ ഏറ്റവും മുതിർന്ന CPM നേതാവാണ്, മുൻ MLA ആണ്. അങ്ങനെ ആ ഒരു വ്യക്തി ഇത്തരം കേസിൽ ഒന്നാം പ്രതിയായി അല്ലെങ്കിൽ മുഖ്യപ്രതിയായി അറസ്റ്റ് വരിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രതിഷേധ സാധ്യത അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉണ്ടാകുമെന്ന കാര്യം ആരും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇലക്ഷൻ ഒരു പ്രതിസന്ധിയാണ് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച്. ഒപ്പം തന്നെ ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടിയിരുന്നു. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങൾ ഈ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കട്ടെ എന്നൊരു തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്തായാലും അക്കാര്യം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. പത്മകുമാറിനെ പുറത്താക്കിയാലും സംശയിക്കാനാകില്ല എന്ന് തന്നെയാണ് നമുക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം. കാരണം അത്രയും കടുത്തൊരു നടപടിയിലൊക്കെ കടക്കണം എന്നൊരു വിഭാഗം ഇതിനോടകം തന്നെ പാർട്ടിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.